എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള 5ാമത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേസ്ഡ് പുതിയ SSCRT ബേസ്ഡ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്ലാസ്സുകളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മുൻപ് എല്ലാ ക്ലാസ്സുകളും അതിൻ്റെതായ സബ്ജക്റ്റ് രീതിയിൽ തന്നെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ പ്ലേലിസ്റ്റ് നോക്കിയിട്ട് പഠിച്ച് മാറ്റിയിട്ട് നല്ലൊരു റാങ്ക് നേടാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ 19 ക്വസ്റ്റ്യൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച് പുതിയ SSCRT ബേസ് ചെയ്തിട്ട് പഠിച്ചു. 20ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേര് എന്താണ്? പഹൽഗാം ഭീകരാക്രമണം നമുക്ക് അത് പറയുമ്പോൾ തന്നെ എവിടെ ഓർമ്മ വരും? ജമ്മു ആൻഡ് കാശ്മീർ അല്ലേ? ജമ്മു ആൻഡ് കാശ്മീർ വരും. അപ്പൊ ഈ പഹൽഗാം എന്ന് പറയുന്നത് എവിടെയാണ്? ജമ്മു ആൻഡ് കാശ്മീരിലാണ്. ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേര് എന്താണ്? ഓപ്പറേഷൻ സിന്ദൂർ അല്ലേ? ഏതാണ്? ഓപ്പറേഷൻ സിന്ദൂർ. അപ്പൊ നമുക്ക് ഈ പഹൽഗാം ഭീകരാക്രമണത്തെ കുറിച്ചിട്ടൊന്ന് വ്യക്തമായിട്ട് പഠിക്കാം കേട്ടോ. അതായത് പഹൽഗാം ഭീകരാക്രമണം നടന്നത് 2025 ഏപ്രിൽ മാസം 22-നാണ് കേട്ടോ. 2025 ഏപ്രിൽ മാസം 22 പഹൽഗാം ഭീകരാക്രമണം നടന്നത്. ഓക്കെ ആണോ? ഇനി ഈ 2025 മെയ് 7 എന്ന് പറയുന്നത് പഠിക്കണം കേട്ടോ. പഹൽഗാമിൽ നടന്ന ഈ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായിട്ട് പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഭീകര പ്രവർത്തന കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ നടത്തിയ ആക്രമണമാണ് ഇത് ഓപ്പറേഷൻ സിന്ദൂർ. ഓക്കെ, അപ്പൊ പഹൽഗാം ഭീകരാക്രമണം നടന്നത് ഏപ്രിൽ 22-നാണ്. എന്നാൽ അതിന് തിരിച്ചടി എന്നോണം ഇന്ത്യ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ. അത് 2025 മെയ് മാസം 7 നടത്തിയത്. ഓക്കെ, ഇനി എന്താണ് S-400 സുദർശന ചക്ര എന്ന് പറയുന്നത്? നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന് മറുപടിയായിട്ട് പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങളെ ചെറുക്കാൻ വേണ്ടി സഹായിച്ച ഇന്ത്യൻ പ്രതിരോധ സംവിധാനമാണ് ഇത് 400 സുദർശന ചക്ര. S-400 സുദർശന ചക്ര എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് എന്ത് ചെയ്തു? ഓപ്പറേഷൻ നടത്തിയില്ല, ഓപ്പറേഷൻ സിന്ദൂർ നടത്തി. ആ ഓപ്പറേഷൻ സിന്ദൂറിന് മറുപടിയായിട്ട് എന്ത് ചെയ്തു? നമ്മളിപ്പോ ഒരു ആക്രമണം അങ്ങോട്ട് നടത്തുന്ന സമയത്ത്, ഒരു ഓപ്പറേഷൻ നടത്തുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? തിരിച്ചിങ്ങോട്ടും ഉണ്ടാവും അല്ലെ? അങ്ങനെ ആ പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങളെ ചെറുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രതിരോധ സംവിധാനമാണ് ഇത് സുദർശന ചക്ര എന്ന് പറയുന്നത്. 400 ആണ് കേട്ടോ. ഇനി ഈ ഓപ്പറേഷൻ സിന്ദൂർ നടപടി വിശദീകരിക്കാൻ നിയോഗിച്ച ധീര വനിതകളാണ്. വെരി ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ നടപടി വിശദീകരിക്കാൻ നിയോഗിച്ച ധീര വനിതകളാണ് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കേട്ടോ. കേണൽ സോഫിയ ഖുറേഷി ആൻഡ് വിംഗ് കമാൻഡർ ആരാണ്? വ്യോമിക സിംഗ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചു കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആണ്, പഠിക്കണം കേട്ടോ. ഇനി എന്താണ് ഈ ഓപ്പറേഷൻ ബുന്യാൽ ഉൾ മസൂസ് എന്ന് പറയുന്നത്? അതായത് നമ്മുടെ ഇന്ത്യ ഭീകരാക്രമണത്തിനെതിരെ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ. അപ്പൊ അവര് പാകിസ്ഥാൻകാരും എന്ത് ചെയ്യും? നമ്മുടെ ഇന്ത്യക്കാരെ എതിരെ ഒരു ഓപ്പറേഷൻ നടത്തും അല്ലെ? അങ്ങനെ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നടത്തിയ ഓപ്പറേഷനാണ് ഏത്? ഓപ്പറേഷൻ ബുന്യാൽ ഉൾ മസൂസ്. ഓക്കെ, ഓപ്പറേഷൻ ബുന്യാൽ ഉൾ മസൂസ് മറക്കരുതേ. ഓപ്പറേഷൻ ബുന്യാൽ ഉൾ മസൂസ്. അപ്പൊ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ആണെങ്കിൽ അവർ നടത്തിയത് ഏതാണ്? ഓപ്പറേഷൻ ബുന്യാൽ ഉൾ മസൂസ് ആണ്. മെയ് 8 നടത്തിയത് കേട്ടോ. മെയ് മാസം 8 അതായത് നമ്മൾ മെയ് 7 നടത്തിയില്ലേ? അപ്പൊ അവർ തിരിച്ച് പിറ്റേ ദിവസം മെയ് 8 അവരും ഇങ്ങോട്ടേക്ക് നടത്തി. ഇനി നമ്മുടെ ഇന്ത്യയിലെ DGMOയും നമ്മുടെ പാകിസ്ഥാനിലെ DGMOയും ചേർന്ന് വെടിനിർത്തൽ ധാരണയിൽ എത്തിച്ചേർന്നതാണ് മെയ് 10 കേട്ടോ. ഇവര് രണ്ട് ടീമും, അതായത് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ ധാരണ ഇത് തുറന്നുകൊണ്ട് പോകാൻ പറ്റുമോ? പറ്റില്ല അല്ലെ? ആ വെടിനിർത്തൽ ധാരണയിൽ എത്തിച്ചേർന്നത് മെയ് മാസം 10 അപ്പോ മെയ് 7 ഓപ്പറേഷൻ സിന്ദൂർ, മെയ് 8 പാകിസ്ഥാന്റെ തിരിച്ചടിയായിട്ടുള്ള ഓപ്പറേഷൻ ബുന്യാൽ ഉൾ മസൂസ്, ഇന്ത്യയും പാകിസ്ഥാനും കൂടിയുള്ള വെടിനിർത്തൽ ധാരണയിൽ എത്തിയത് മെയ് മാസം 10 കേട്ടോ. അത് പഠിക്കുക. അതേപോലെ ഓപ്പറേഷൻ സിന്ദൂറിന് വിശദീകരിച്ചു നൽകിയത് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ്.
ഇനി നമ്മുടെ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിക്രം മിശ്രയാണ് കേട്ടോ. വിക്രം മിശ്രയാണ്. അതുപോലെ ഇന്ത്യയുടെ നിലവിലെ പ്രതിരോധ സെക്രട്ടറി ആര്? ഓക്കെ, വിദേശകാര്യ സെക്രട്ടറി കേട്ടോ. വിദേശകാര്യ സെക്രട്ടറിയാണ് വിക്രം മിശ്രി. ഇനി പ്രതിരോധ സെക്രട്ടറിയാണ് രാജേഷ് കുമാർ സിംഗ്. ഇനി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? അജിത് ദോവലാണ് കേട്ടോ. അജിത് ദോവലാണ്. ഇന്ത്യയുടെ കരസേനാ മേധാവി ആര്? ഇന്ത്യയുടെ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദിയാണ്. ഇന്ത്യയുടെ നാവികസേനാ മേധാവി ആരാണ്? നാവികസേനാ മേധാവി ദിനേശ് കുമാർ ത്രിപാഠിയാണ്. ഇനി ഇന്ത്യയുടെ വ്യോമസേനാ മേധാവി ആര് എന്ന് ചോദിച്ചതെല്ലാം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അമർപ്രീത് സിംഗ് ആണ് കേട്ടോ. അമർപ്രീത് സിംഗ് ആണ്. ഇനി നിലവിൽ ഇന്ത്യയുടെ ചീഫ് ഡിഫൻസ് സ്റ്റാഫ് ആര് എന്ന് ചോദിച്ചാൽ ചീഫ് ഡിഫൻസ് സ്റ്റാഫ് കേട്ടോ. ഇതെല്ലാം ഞാൻ ഇന്ന് ഇപ്പൊ ഈ സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതായത് PSC ചോദിക്കുന്ന കറന്റ് അഫയർ മേഖലയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ചീഫ് ഡിഫൻസ് സ്റ്റാഫ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ് കേട്ടോ. ആരാണ്? വിക്രം മിശ്രിയാണ്. പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ആണ്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലാണ്. കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി. നാവികസേനാ മേധാവി ദിനേശ് കുമാർ ത്രിപാഠി. വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ്. ചീഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാൻ. 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം ഏതാണ്? ഇന്ത്യയാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയാണ് 2025 ഏഷ്യ കപ്പ് ലോകകപ്പ് നേടിയത്. ഇന്ത്യയുടെ 9ാമത്തെ കിരീടമാണ് കേട്ടോ. ഇന്ത്യയുടെ 9ാമത്തെ കിരീടമാണ്. റണ്ണറപ്പ് ആരായിരുന്നു? റണ്ണറപ്പ് പാകിസ്ഥാനായിരുന്നു കേട്ടോ. റണ്ണറപ്പ് പാകിസ്ഥാനായിരുന്നു. വേദി വന്നിട്ട് UAE-യിലാണ് കേട്ടോ. വേദി എവിടെയാണ്? UAE കേട്ടോ. ദുബായില് UAE-യിലാണ് എന്ത് ചെയ്യുന്നത്? ഏഷ്യ കപ്പ് ക്രിക്കറ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. അത് ഫൈനലിൽ മികച്ച താരം ആരെ എന്ന് ചോദിച്ചാൽ ഫൈനലില് മികച്ച താരം ആരാണ്? തിലക് വർമ്മയാണ് കേട്ടോ. ഫൈനലിലെ മികച്ച താരം തിലക് വർമ്മ. ഇനി ടൂർണമെന്റില് മികച്ച താരം ആരാണ്? ടൂർണമെന്റില് മികച്ച താരം ആരെ എന്ന് ചോദിച്ചാൽ അത് അഭിഷേക് ശർമ്മയാണ്. അഭിഷേക് ശർമ്മ. ഇനി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് കുൽദീപ് യാദവ് ആണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് കുൽദീപ് യാദവ്. അപ്പൊ ഇവിടെ പഠിച്ചത് 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കളായത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ 9ാമത്തെ കിരീടമാണ്. റണ്ണറപ്പ് പാകിസ്ഥാനാണ്. വേദി UAE ആണ്. അതിൽ ഫൈനലിൽ മികച്ച താരമായിട്ട് തിലക് വർമ്മ. ടൂർണമെന്റിൽ മികച്ച താരം. ഫൈനലിൽ തിലക് വർമ്മയാണെങ്കിൽ ടൂർണമെന്റിൽ അഭിഷേക് വർമ്മയാണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് കുൽദീപ് യാദവ് ആണ്. ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം ഏതാണ്? ഭിലായ് ഇരുമ്പുരുക്ക് ശാലയിലെ സഹായിച്ച വിദേശ രാജ്യം സോവിയറ്റ് യൂണിയൻ ആണ് കേട്ടോ. ഭിലായ്. ഓക്കെ. ഇനി അതിൽ നമുക്ക് പുതിയ SCERT-യിൽ നമുക്കറിയാം നമ്മൾക്ക് പഠിക്കാനുള്ള ധാതുക്കൾ വ്യവസായങ്ങൾ എന്നൊക്കെ ഒരു ടോപ്പിക് ഉണ്ട് അല്ലേ? അതിൽ വരുന്ന ഭാഗത്താണ് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പൊ നമ്മുടെ പുതിയ SCERT-യിൽ കിടക്കുന്നത് നോക്കൂ. ധാതുക്കൾ കൊടുത്തിരിക്കുന്നുണ്ട്. ധാതുക്കളിൽ തന്നെ 2 ധാതുക്കളുണ്ട്. ലോഹ ധാതുക്കളുണ്ട്, അലോഹ ധാതുക്കളുണ്ട്. ലോഹത്തിന്റെ അംശം ഉള്ളതായിരിക്കും അല്ലേ? ഏത് ലോഹം? അലോഹം പറയുമ്പോൾ ഇല്ലാത്തതായിരിക്കും. അപ്പൊ ലോഹധാതുക്കൾ എന്ന് പറയുമ്പോൾ ഇരുമ്പിന്റെ അംശമുള്ള ലോഹധാതുക്കളും ഉണ്ട്, ഇരുമ്പിന്റെ അംശമില്ലാത്ത ലോഹധാതുക്കളുമുണ്ട്. ലോഹധാതുക്കളിൽ എന്താണ്? ഇരുമ്പിന്റെ അംശമുള്ള ലോഹധാതുക്കളുണ്ട്, ഇരുമ്പിന്റെ അംശമില്ലാത്ത ലോഹധാതുക്കളുണ്ട്. എന്നാൽ അലോഹധാതുക്കളിൽ ഏതൊക്കെയാണ്? ജൈവ വസ്തുക്കളും അജൈവ വസ്തുക്കളുമാണ് അലോഹധാതുക്കൾ എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും വേർതിരിച്ച് പഠിച്ചല്ലോ. ഇനി എന്താണ് ലോഹധാതുക്കൾ? നമുക്ക് നോക്കാം. പ്രകൃതിയിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ലോഹത്തിന്റെ അംശമുള്ളവയാണ് ലോഹധാതുക്കൾ. പ്രകൃതിയിൽ എന്ത് ചെയ്യണം? കൃത്രിമമായിട്ട് നിർമ്മിച്ചതാകാൻ പാടില്ല. സ്വാഭാവികമായിട്ട് കാണപ്പെടുന്ന ലോഹത്തിന്റെ അംശമുള്ളവയാണ് ലോഹധാതുക്കൾ.
സംസ്കരണ പ്രക്രിയയിലൂടെ ലോഹധാതുക്കളിൽ നിന്നും ഇല്ലേ, സ്വാഭാവികമായി ലോഹധാതുക്കൾ കിട്ടി. ആ ലോഹധാതുക്കളിൽ നിന്നും എന്ത് ചെയ്യണം? ആ സംസ്കരണം വഴി വേർതിരിച്ചെടുക്കുന്ന ലോഹം സാധാരണമായി കടുപ്പമുള്ളതും തിളക്കമുള്ളതുമാണ്. ഓക്കെ, സംസ്കരണ പ്രക്രിയയിലൂടെ അല്ലെ, പിന്നെ മനുഷ്യന്റെ കൈകടത്തിൽ വന്നു അല്ലെ, ആ പ്രക്രിയയിലൂടെ ലോഹധാതുക്കളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം സാധാരണയായിട്ട് എങ്ങനെയായിരിക്കും? കടുപ്പമുള്ളതും തിളക്കമുള്ളതുമാണ്. ബോക്സൈറ്റിൽ നിന്നും അലുമിനിയം വേർതിരിച്ചെടുക്കുന്നത് ഇതിന് ഉദാഹരണമാണ്. അപ്പൊ അലുമിനിയത്തിന്റെ ഓറാണ് ഏത്? ബോക്സൈറ്റ് എന്ന് പറയുന്നത്. പഠിച്ചു വെക്കണം, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അലുമിനിയത്തിന്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇരുമ്പിന്റെ സാന്നിധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ലോഹധാതുക്കളെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. അവയുടെ സവിശേഷതകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഇരുമ്പിന്റെ അംശമുള്ള ലോഹങ്ങളുമുണ്ട്, ഇരുമ്പിന്റെ അംശമില്ലാത്ത ലോഹങ്ങളുമുണ്ട്. നമ്മളിവിടെ പഠിച്ചു അല്ലെ, ഇരുമ്പിന്റെ അംശമുള്ളതും ഇരുമ്പിന്റെ അംശമില്ലാത്തതും. അപ്പൊ എന്താണ് ലോഹധാതു എന്ന് പഠിച്ചോ? ഫസ്റ്റ് ലോഹധാതു എന്താന്ന് പഠിക്കണം. പ്രകൃതിയിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ലോഹത്തിന്റെ അംശമുള്ളവയാണ് ലോഹധാതുക്കൾ എന്ന് പറയുന്നത്. പിന്നെ ഈ ലോഹധാതുക്കളെ നമ്മുടെ മനുഷ്യന്റെ കയ്യേറ്റം മൂലം സംസ്കരണങ്ങൾ ചെയ്യും. ആ ലോഹധാതുക്കളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം എങ്ങനെയായിരിക്കും? കടുപ്പമുള്ളതും തിളക്കമുള്ളതും ആയിരിക്കും. അപ്പൊ ഉദാഹരണം പറയുന്നത് അലുമിനിയത്തിൽ നിന്ന് എങ്ങനെ ബോക്സൈറ്റിൽ നിന്നും എന്ത് ചെയ്യുന്നത്? അലുമിനിയം വേർതിരിച്ചെടുക്കുന്നത്. ഇനി ഇരുമ്പിന്റെ അംശമുള്ള ധാതുക്കളുണ്ട്, ഇരുമ്പിന്റെ അംശമില്ലാത്ത ലോഹധാതുക്കളുമുണ്ട്. നമുക്ക് നോക്കാം. അതില് ഇരുമ്പിന്റെ അംശമുള്ളതില് ചാരനിറത്തിൽ കാണപ്പെടുന്നു. കാന്തിക സ്വഭാവം, ഇരുമ്പ് അയൺ ഉണ്ടെങ്കിലല്ലേ അവിടെ മാഗ്നറ്റിന്റെ പ്രവർത്തനം ഉണ്ടാകുള്ളൂ. അപ്പൊ കാന്തിക സ്വഭാവമുള്ളവയാണ്, ഭാരം കൂടുതലാണ്. ചാരനിറത്തിൽ കാണപ്പെടുന്നു, കാന്തിക സ്വഭാവമുണ്ട്, ഭാരം കൂടുതലാണ്. ഇനി ഇരുമ്പിന്റെ അംശമില്ലാത്തത് വ്യത്യസ്ത നിറങ്ങളിലായിരിക്കും കാണപ്പെടുക. കാന്തിക സ്വഭാവം ഉണ്ടാവില്ല. ഇരുമ്പിന്റെ കാന്തിക സ്വഭാവം ഉണ്ടാകുമോ? മാഗ്നറ്റ് അതിൽ പിടിക്കോ? ഇല്ല, ഭാരം കുറവായിരിക്കും. അപ്പൊ ഇരുമ്പിന്റെ അയിരുകൾ ഇവിടെ 4 തന്നിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. ഈ 4 പഠിച്ചു വെക്കണേ. ഇരുമ്പിന്റെ അയിരുകൾക്ക് ഉദാഹരണമാണ് മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. അങ്ങനെ നോക്കിക്കേ, അടങ്ങിയിരിക്കുന്ന ഇരുമ്പിന്റെ അടിസ്ഥാനത്തിൽ ഇരുമ്പിനെ 4ആയിട്ട് തരംതിരിക്കുന്നു. മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. മാഗ്നറ്റൈറ്റിനെ കറുത്ത അയിര് എന്ന് വിളിക്കുന്നു. പഠിച്ചോ, ഇരുമ്പിന്റെ അടുത്ത എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചു വെച്ചോ. അടുത്ത എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇരുമ്പിന്റെ അയിരിലെ ഏതിനെയാണ് കറുത്ത അയിര് എന്ന് വിളിക്കുന്നത്? അല്ലെങ്കിൽ ഇത് 4 തന്നിട്ട് ചോദ്യം വരും, കറുത്ത അയിര് എന്ന് വിളിക്കുന്ന ഇരുമ്പിന്റെ അയിര് ഏതെന്ന് ചോദിച്ചാൽ മാഗ്നറ്റൈറ്റ് ആണ് കറുത്ത അയിര് എന്ന് വിളിക്കുന്നത്. മികച്ച ഗുണനിലവാരമുള്ള മാഗ്നറ്റൈറ്റ് തമിഴ്നാട്, കർണാടക, ജാർഖണ്ഡ്, ഗോവ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ മാഗ്നറ്റൈറ്റ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നോക്കിക്കേ. മാഗ്നറ്റൈറ്റ് കാണുന്നത് എവിടെയൊക്കെയാണ്? തമിഴ്നാട്, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടക, അതേപോലെ ജാർഖണ്ഡ്, ഗോവ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് കാണപ്പെടുന്നത്. അപ്പൊ പഠിച്ചു വെച്ചോ, ഇരുമ്പിന്റെ 4 അയിരുകൾ മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. മാഗ്നറ്റൈറ്റിനെ കറുത്ത അയിര് എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് ലോഹധാതുക്കൾ നമ്മൾ നോക്കി, അതിൽ ഇരുമ്പിന്റെ അംശമുള്ളത് നോക്കി. അപ്പൊ എന്താണ് അലോഹധാതുക്കൾ നമ്മൾ പഠിച്ചത്? ലോഹത്തിന്റെ അംശമില്ലാത്ത ധാതുക്കളെ അലോഹധാതുക്കൾ എന്ന് പറയുന്നു. അലോഹധാതുക്കൾക്ക് കാഠിന്യവും തിളക്കവും വഴക്കവും തുടങ്ങിയ ഗുണങ്ങൾ താരതമ്യേന കുറവായിരിക്കും. ഓക്കെ, അലോഹധാതുക്കൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു ജൈവ വസ്തുക്കളും അജൈവ വസ്തുക്കളും എന്ന് പറഞ്ഞു അല്ലെ. അവയ്ക്കൊക്കെ എന്തായിരിക്കും? തിളക്കങ്ങളും വഴക്കവും ഭാരവും ഒക്കെ ഗുണവും ഒക്കെ എന്തായിരിക്കും? കുറവായിരിക്കും. ജൈവധാതുക്കൾ എന്നും അജൈവധാതുക്കൾ എന്നും അലോഹധാതുക്കളെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. കൽക്കരി, പെട്രോളിയം പോലുള്ള ജൈവധാതുക്കളിൽ, അപ്പൊ ജൈവധാതുക്കളുണ്ട്, അജൈവധാതുക്കളുമുണ്ട്. അതിൽ ജൈവധാതുക്കൾക്ക് ഉദാഹരണമാണ് കൽക്കരി, പെട്രോളിയം. കൽക്കരി, പെട്രോളിയം ജൈവധാതുക്കളാണ്. അതുകൊണ്ട് അതില് ജൈവിക ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ അജൈവധാതുക്കൾക്ക് ഉദാഹരണമാണ് ഏത് പറയുന്നത്? ഗ്രാഫൈറ്റ്, കളിമണ്ണ്. ഈ അജൈവധാതുക്കളായ ഗ്രാഫൈറ്റിനും കളിമണ്ണിനും എന്താണ്? അജൈവ ഘടകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. പഠിച്ചു വെച്ചോളണം. ലോഹത്തിന്റെ അംശമില്ലാത്ത ധാതുക്കളെ അലോഹധാതുക്കൾ എന്ന് പറയുന്നു. അലോഹധാതുക്കൾ എന്ന് പറയുന്നത് 2 തരമാണ്, ജൈവധാതുക്കളും അജൈവധാതുക്കളും. ജൈവധാതുക്കൾക്ക് ഉദാഹരണമാണ് കൽക്കരിയും പെട്രോളിയവും. അജൈവധാതുക്കൾ
ധാതുക്കൾക്ക് ഉദാഹരണമാണ് ഗ്രാഫൈറ്റും കളിമണ്ണും. കൽക്കരിയും പെട്രോളിലും എന്തായിരിക്കും, ജൈവ ഘടകങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷെ ഇതില് ജൈവ ഘടകങ്ങൾ ഉണ്ടാകില്ല. ഇനി ലോഹധാതുക്കളുടെ ഉപയോഗവും അലോഹധാതുക്കളുടെ ഉപയോഗവും നോക്കാം. ലോഹധാതുക്കളുടെ ഉപയോഗം എന്ന് പറയുമ്പോൾ ഇരുമ്പ് എന്താണ്, കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു അല്ലെ. ഇരുമ്പ് എന്താണ്, കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. നമുക്കറിയാം ഇരുമ്പ് കമ്പികൾ കൊണ്ടുവന്നിട്ടല്ലേ കെട്ടിടം നിർമ്മിക്കുന്നത്. സ്വർണം എന്തിനാണ്, ആഭരണ നിർമ്മാണത്തിന്. ചെമ്പ് എന്താണ്, വൈദ്യുതത്തിൽ ഉപയോഗിക്കുന്നത് എപ്പോഴും ഏതായിരിക്കും, ചെമ്പായിരിക്കും അല്ലെ. അതേപോലെ ഗ്രാഫൈറ്റ് എന്താണ്, പെൻസിൽ നിർമ്മാണത്തിനാണ്. പെട്രോൾ എന്തിനാണ് അറിയാം, കളിമണ്ണൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. ഓക്കെ, ഇനി വൈവിധ്യമാർന്ന ധാതുക്കളാൽ സമ്പന്നമാണ് ഇന്ത്യ. രാജ്യത്തിന്റെ ഭൂമിശാസ്ത്ര ധാതു വൈവിധ്യത്തിന് കാരണമായിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ധാതുക്കൾ അസന്തുലിതമായാണ് പ്രകൃതിയിൽ വിതരണം ചെയ്യപ്പെടുന്നത്. എല്ലാ സംസ്ഥാനങ്ങളും ഒരേപോലെ ധാതുക്കൾ കൊണ്ട് സമ്പന്നമാണോ, അല്ല അല്ലെ. ഇന്ത്യയിലെ ധാതു നിക്ഷേപങ്ങൾ നോക്കാം. ഇതാണ് ഇവിടെ ഇന്ത്യയിലെ ധാതു വിഭവങ്ങൾ. നമ്മുടെ മാപ്പ് തന്നിട്ടുണ്ട്. അതില് ഇവിടെ ഓരോ മാർക്കടോ ഗ്രീനിലും ബ്ലാക്കിലും റെഡിലും യെല്ലോയിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഈ മാപ്പിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, കാണാനായിട്ട് സാധിക്കും അല്ലെ. ഇപ്പൊ ഇവിടെ സ്വർണം യെല്ലോ കളറിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ. സ്വർണം നോക്കിക്കേ, കേരളത്തിൽ സ്വർണം കിടക്കുന്നത് കണ്ടോ, ഈ യെല്ലോ കളറിൽ കണ്ടോ. ഇവിടെ കണ്ടോ, കർണാടകത്തിൽ യെല്ലോ കളർ ഉണ്ട്. അതേപോലെ നോക്ക് ആന്ധ്രാപ്രദേശ്, ഇവിടെ ഒരു യെല്ലോ കളർ കൊടുത്തിട്ടുണ്ട്. ജാർഖണ്ഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ മധ്യപ്രദേശ് കണ്ടോ, മധ്യപ്രദേശിൽ ഇവിടെ ഉണ്ട്. ഇനി വേറെ എവിടെയെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ യെല്ലോ, ഈ ഭാഗത്ത് യെല്ലോ ഉണ്ടോ, ഇല്ല. ഇവിടെ ജാർഖണ്ഡിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ ഛത്തീസ്ഗഡ് ഒഡീഷയിൽ ഒന്നുമില്ല. മഹാരാഷ്ട്ര തെലങ്കാന ഈ ഭാഗത്തൊന്നുമില്ല അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് സ്വർണം കാണാൻ കഴിയുക കേരളത്തിൽ നോക്കൂ, കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, അതേപോലെ ജാർഖണ്ഡ് കണ്ടോ. അതേപോലെ നമുക്ക് ഓരോന്നും ഡോളോമൈറ്റ് ഉണ്ട് അല്ലെ. ഡോളോമൈറ്റ് റെഡിൽ ഇങ്ങനെ ബോക്സ് ആയിട്ട് കാണാൻ കഴിയും. ബോക്സ് ആയിട്ട് ഡോളോമൈറ്റ് കണ്ടോ, ഒഡീഷ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ അല്ലെ, മഹാരാഷ്ട്ര അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്കിത് നോക്കി നിങ്ങൾ ഒഴിവ് കിട്ടുന്ന ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് പോകാനായിട്ട് നോക്കുക കേട്ടോ. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നതില് ഇവരിപ്പോ മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നൊക്കെ കൊടുത്തിരിക്കുന്നത് മാപ്പിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. പക്ഷെ ഞാനിവിടെ കറന്റ് അഫെയറിൽ അപ്ഡേറ്റ് ചെയ്യാം. സ്വർണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എപ്പോഴും ഒരു PSC എക്സാമിന് പോകുന്ന സമയത്ത് എപ്പോഴും നമ്മൾ അപ്ഡേഷൻ ആയിരിക്കണം. ഏത് ഉൽപ്പാദനത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏത് എന്ന് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ആ ഒരു മാർക്ക് വെരി ഇമ്പോർട്ടന്റ് ആയിരിക്കും. അപ്പൊ പഠിക്കുക. സ്വർണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഫസ്റ്റ് കർണാടകയാണ്. രണ്ടാം സ്ഥാനത്ത് ജാർഖണ്ഡ് ആണ്. മൂന്നാം സ്ഥാനത്ത് ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ. സ്വർണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്, ഫസ്റ്റ് കർണാടക, രണ്ടാം സ്ഥാനത്ത് ജാർഖണ്ഡ്, മൂന്നാം സ്ഥാനത്ത് ആന്ധ്രാപ്രദേശ്. ഇനി ഇരുമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഒഡീഷയിലാണ്. രണ്ടാം സ്ഥാനത്ത് ഛത്തീസ്ഗഡിലാണ്. മൂന്നാം സ്ഥാനത്ത് കർണാടകയിലാണ്. നാലാം സ്ഥാനത്ത് ജാർഖണ്ഡിലാണ്. ഓക്കെ. അപ്പൊ ഇരുമ്പ് എങ്ങനെയാണ്, OCK അല്ലെ. OCK നമ്മൾ OCD എന്നൊക്കെ പറയില്ലേ, OCD ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ ആ OCK എന്നുള്ള രീതിയിൽ ഇരുമ്പ് കണക്ട് ചെയ്യുക കേട്ടോ. ഒഡീഷ, ഛത്തീസ്ഗഡ്, കർണാടക. ഇനി കൽക്കരിയും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെ തന്നെയാണ്, ഒഡീഷയിൽ തന്നെ. അപ്പൊ ഇരുമ്പ്, കൽക്കരി, മാംഗനീസ് ഇതെല്ലാം ഉൽപാദനത്തിൽ ഒന്നാം നിൽക്കുന്നത് ഒഡീഷയിൽ തന്നെയാണ്. അതേപോലെ കൽക്കരിയിലും എങ്ങനെ തന്നെയാണ് വരുന്നത്, OC തന്നെയാണ് അല്ലെ. OC ജാർഖണ്ഡ് അല്ലെ. OC ഒഡീഷ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മധ്യപ്രദേശ്. ഇനി മാംഗനീസോ, ഒഡീഷയും രണ്ടാമത് ഏതാണ്, മധ്യപ്രദേശ്. മൂന്നാം സ്ഥാനം മഹാരാഷ്ട്ര. നാലാം സ്ഥാനം കർണാടക. മാംഗനീസ് ഉൽപാദനത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് ഏതാണ്, OMM അല്ലെ. ഒഡീഷയും മധ്യപ്രദേശും മഹാരാഷ്ട്ര, കർണാടക. ഇതെപ്പോഴും അപ്ഡേറ്റ് ചെയ്യണേ. എക്സാമിന് പോകുമ്പോൾ മുമ്പ് അപ്ഡേറ്റ് ചെയ്തിട്ട് പോകണം. കറണ്ട് അഫെയറിൽ തന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഉൽപ്പന്നങ്ങൾക്ക് വലിപ്പവും ഭാരവും കൂടുതലുള്ളതിനാലും ഇരുമ്പുരുക്ക് വ്യവസായങ്ങളെ ഘനവ്യവസായം എന്നും വിളിക്കാറുണ്ട്, ഹെവി ഇൻഡസ്ട്രി. അപ്പൊ ഘനവ്യവസായം എന്ന് വിളിക്കുന്ന വ്യവസായം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്, അത് ഇരുമ്പുരുക്ക് വ്യവസായമാണ്. അതേപോലെ നമുക്ക് 5 വർഷ കാലയളവിനുള്ളിൽ ഒരു രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതിക്കായി നിശ്ചയിക്കപ്പെട്ട ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് സർക്കാർ രൂപകൽപ്പന ചെയ്തതാണ് ഏത്, പഞ്ചവത്സര പദ്ധതി അല്ലെങ്കിൽ 5-year
പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായം? നമ്മൾ പഠിക്കാൻ ചോദ്യം വന്നത് എവിടെയായിരുന്നു? എവിടെയാ നമ്മൾ പഠിച്ചത്? ഭിലായി അല്ലേ? നോക്കാം. പ്രകൃതി വിഭവത്തിന്റെയും മനുഷ്യ വിഭവത്തിന്റെയും ലഭ്യത ഇന്ത്യയിലെ വ്യാവസായിക മേഖലയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കുന്നു. ഓരോ രാജ്യത്തിന്റെയും വ്യാവസായിക വളർച്ചയുടെ വ്യാപ്തി നിർണ്ണയിക്കുന്നത് ഇരുമ്പുരുക്ക് ഉപഭോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇരുമ്പുരുക്ക് വ്യവസായം ഇതര വ്യവസായ മേഖലകളെയും സേവന മേഖലകളെയും പിന്തുണയ്ക്കുകയും രാജ്യത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോ ഇരുമ്പുരുക്ക് വ്യവസായം കൊണ്ട് രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട നേട്ടം എന്താണ്? നല്ല രീതിയിൽ ഇൻകം എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. കൂടാതെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനും ഇതിന് സഹായിക്കുന്നുണ്ട്. ഇനി പ്രാചീന കാലം മുതൽക്കേ ഇന്ത്യക്കാർ ലോഹ സംസ്കരണ സാങ്കേതിക വിദ്യയിൽ അറിവുള്ളവരായിരുന്നു. ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായത്തിന് ഇവിടെ പഠിക്കണേ, ഇവിടെ നിന്ന് പഠിച്ച് ശ്രദ്ധിക്കണേ. ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് എപ്പോഴാണ്? 1907 സാക്ഷിയിൽ. സാക്ഷി എവിടെയാ? ജംഷഡ്പൂരിലാണ് അല്ലേ? സാക്ഷി എവിടെയാണ്? ജംഷഡ്പൂരിലാണ്. അതേപോലെ എവിടെ ഏതാണ്? ടിസ്കോ ആണ് അല്ലേ? ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ആരംഭിച്ചു അല്ലേ? 1907 സാക്ഷിയില്. സാക്ഷി എവിടെയാ? ജംഷഡ്പൂരിലാണ്. ടിസ്കോ ആരംഭിച്ചതോടുകൂടിയിട്ടാണ് ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് തുടക്കം കുറിക്കുന്നത്. അത് കഴിഞ്ഞു 1907 കഴിഞ്ഞു. 1919 പശ്ചിമ ബംഗാളില് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി അല്ലേ? അത് ഇസ്കോ. അതേപോലെ 1923 കർണാടകയിലെ മൈസൂരിലെ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ആരുടേതായിരുന്നു? വിശ്വേശ്വരയ്യ അയൺ സ്റ്റീൽ കമ്പനിയിലെ നിലവിൽ വന്നു. അപ്പൊ ഇവിടെ ഈ 3 ആൾക്കാരെ ഒന്ന് പഠിച്ചു വെക്കുക. 1907 ടിസ്കോയും സാക്ഷി ജംഷഡ്പൂർ. പിന്നെ 1919 ഏതാണ്? ഇസ്കോ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി പശ്ചിമ ബംഗാൾ. 1923 കർണാടകയിലെ മൈസൂരിലെ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയിലെ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയുടെ മറ്റേതെന്താണ്? ദക്ഷിണേന്ത്യയിൽ ആരംഭിച്ച ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല എന്നാണ് PSC എപ്പോഴും ചോദിക്കുക. അത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായം അതിവേഗം വളർച്ച പ്രാപിച്ചു. രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഭിലായി, റൂർക്കേല, ദുർഗാപൂർ എന്നിവിടങ്ങളിൽ 3 സംയോജിത ഇരുമ്പുരുക്ക് പദ്ധതികൾ യഥാക്രമം ഭിലായി ഏതാണ്? സോവിയറ്റ് യൂണിയൻ അല്ലെ? ഭിലായി സോവിയറ്റ് യൂണിയൻ. പിന്നെ ഏതാണ്? റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോട് കൂടിയിട്ട്. പിന്നെ ഏതാണ്? ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോട് കൂടിയിട്ടും. ഓക്കെയാണോ? ഇത് പഠിച്ചോ? അപ്പൊ ഭിലായി ആരുടെ സഹായത്തോട് കൂടിയിട്ടാണ്? സോവിയറ്റ് യൂണിയന്റെ സഹായത്തോട് കൂടിയും റൂർക്കേല ജർമ്മനി എന്ന രാജ്യത്തിന്റെ സഹായത്തോട് കൂടിയിട്ടും ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോട് കൂടിയിട്ടും ഇന്ത്യയിലെ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് വ്യവസായങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതികളാണ് ഇത്. ഓക്കെ, അങ്ങനെ ഇവയുടെ നടത്തിപ്പും ഉത്തരവാദിത്വവും സർക്കാർ സ്ഥാപനമായ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ സെയിൽ അല്ലെ? സെയിൽ എന്ത് ചെയ്തു? ഏറ്റെടുത്തു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായശാലകളുടെ ഭൂപടങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, പഠിക്കാനൊക്കെ പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ മനസ്സിലായോ? 1907, 19, 23 മറക്കരുത്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പുരുക്ക് വ്യവസായം എവിടെയാണ്? ഒഡീഷ. നമ്മൾ നേരത്തെ കറണ്ട് അഫെയറിൽ അത് അപ്ഡേറ്റ് ചെയ്തു അല്ലെ? ഇരുമ്പുരുക്ക് വ്യവസായം ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഒഡീഷയിലാണ്. പിന്നെ നമ്മൾ ഏതാ പറഞ്ഞ? കൽക്കരി, മാംഗനീസ് ഒക്കെ പറഞ്ഞു അല്ലെ? ഒഡീഷയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം, ധാതു ലഭ്യത, ജലലഭ്യത എന്നിവ ഇരുമ്പുരുക്ക് വ്യവസായത്തിന്റെ വികസനത്തിന് കാരണമായ ഭൂപടം നോക്കി മനസ്സിലാകും. ഉയർന്ന നിലവാരമുള്ള ഇരുമ്പയിര് ശേഖരം എവിടെയാണ്? കിയോഞ്ചർ, സുന്ദർഗഡ്, മയൂർഗഞ്ച് ജില്ലകളിലും ഒഡീഷയിലാണ് കേട്ടോ. ഇത് ഉയർന്ന നിലവാരമുള്ള ഇരുമ്പയിര് ശേഖരം എവിടെയാണിത്? ഒഡീഷയിലാണ് കേട്ടോ. ഒഡീഷ എന്ന സംസ്ഥാനത്തിലാണ് ഈ കിയോഞ്ചറും സുന്ദർഗഡും മയൂർഭഞ്ച് ഇതിലൊക്കെ എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. കൽക്കരി പിന്നെ ഏതാണ്? താൾച്ചർ മേഖലയിലും കാണപ്പെടുന്നു. കൽക്കരി താൾച്ചർ മേഖലയിലും കാണപ്പെടുന്നു. റൂർക്കേലയിലെയും കലിംഗ നഗറിലെയും വ്യവസായശാലകളെ ഇന്ത്യയുടെ പ്രധാന വിപണിയുമായി ബന്ധിപ്പിക്കുന്ന മികച്ച റെയിൽവേ ശൃംഖലയും റോഡ് ഹൈവേകളും വ്യാവസായിക വികസനത്തിന് സഹായകരമായി. കൂടാതെ ദൈർഘ്യമേറിയ തീരപ്രദേശവും തുറമുഖങ്ങളും ആഭ്യന്തര അന്തർദേശീയ വ്യാപാരത്തിന് അനുകൂല സാഹചര്യം തീർത്തതോടെ ഒഡീഷ ഇരുമ്പുരുക്ക് വ്യവസായത്തിന്റെ കേന്ദ്രമായിട്ട് മാറി.
സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ആരാണ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി? ആരാണ്? ഡോക്ടർ ആരാണ്? രാജേന്ദ്ര പ്രസാദ് ആണ് നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആണ് കേട്ടോ. രണ്ടാമത്തത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആണ്. അപ്പൊ ഒന്നാമത്തെ നമ്മൾ പഠിച്ചു രാജേന്ദ്ര പ്രസാദ്, രണ്ടാമത്തെ പഠിച്ചു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. എങ്കിൽ മൂന്നാമത്തേത് ആരാണ്? ചിലപ്പോൾ ഓർഡർ ചോദിക്കാം അല്ലെ, നിലവിൽ വന്നതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ. അതായത് ഗവർണറുടെ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ക്രമം ചോദിക്കാം അല്ലെ. അപ്പൊ എങ്ങനെയാണ്? ഫസ്റ്റ് രാജേന്ദ്ര പ്രസാദ്, രണ്ടാമത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, മൂന്നാമത് ആരാണ്? സക്കീർ ഹുസൈൻ ആണ് കേട്ടോ. മൂന്നാമത്തെ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? സക്കീർ ഹുസൈൻ ആണ്. നാലാമത്തത് ആരാണ്? വി ഗിരിയാണ് കേട്ടോ. നാലാമത്തത് വി ഗിരിയാണ്. അഞ്ചാമത്തത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് കേട്ടോ. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് അഞ്ചാമത്തെ രാഷ്ട്രപതി. ആറാമത്തത് സഞ്ജീവ റെഡ്ഡി ആണ് കേട്ടോ. സഞ്ജീവ റെഡ്ഡി ആണ് ആറാമത്തത്. ഏഴാമത്തത് ഗ്യാനി സെയിൽ സിംഗ് ആണ് കേട്ടോ. ഗ്യാനി സെയിൽ സിംഗ് ആണ്. എട്ടാമത്തത് വെങ്കിട്ടരാമനാണ്. ഒൻപതാമത് ആരാണ്? ശർമ്മയാണ്. ഒൻപതാമത് ശർമ്മ. പത്താമത്തത് KR നാരായണനാണ്. ചോദിക്കാറുണ്ട് കേട്ടോ. അത് KR നാരായണൻ എത്രാമത്തെ രാഷ്ട്രപതി ആയിരുന്നു എന്ന് ചോദിക്കാറുണ്ട്. പത്താമത്തേതാണ്. 11ാമത്തേതാണ് നമ്മുടെ APJ അബ്ദുൽ കലാം. 12ാമത്തത് ആരാണ്? പ്രതിഭ പാട്ടീൽ അല്ലെ. നമ്മുടെ ഇന്ത്യത്തെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ആരെ എന്ന് ചോദിച്ചാൽ അത് പ്രതിഭ പാട്ടീൽ ആണ്. 13ാമത്തത് പ്രണബ് മുഖർജി ആണ്. ഇനി 14ാമത്തെ രാഷ്ട്രപതി ആരാണ്? രാംനാഥ് കോവിന്ദ് ആണ്. ഇന്ത്യയുടെ 15ാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. അപ്പൊ ഫസ്റ്റ് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, രണ്ടാമത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, മൂന്നാമത് സക്കീർ ഹുസൈൻ. ഈ ഒരു 4 ഓർഡർ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. സക്കീർ ഹുസൈനും വി ഗിരി. ഫസ്റ്റ് രാജേന്ദ്ര പ്രസാദ്, രണ്ടാമത് രാധാകൃഷ്ണൻ, മൂന്നാമത് സക്കീർ ഹുസൈൻ, നാലാമത് വി ഗിരി, 5 ഫക്രുദ്ദീൻ അലി അഹമ്മദ്, 6 സഞ്ജീവ റെഡ്ഡി, ഗ്യാനി ഗെയിൽ സിംഗ്, വെങ്കിട്ടരാമൻ, ശർമ്മ, 10ാമത്തെയാണ് KR നാരായണൻ, 11ാമത്തെയാണ് APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതിയാണ് പ്രതിഭ പാട്ടീൽ. അത് കഴിഞ്ഞ് പ്രണബ് മുഖർജി, രാംനാഥ് കോവിന്ദ്. ഇപ്പൊ ആരാണ്? 15ാമത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ കുറിച്ചൊന്ന് കുറച്ച് പോയിന്റുകളൊന്ന് നമുക്ക് നോക്കാം കേട്ടോ. ദ്രൗപദി മുർമു ചോദ്യങ്ങൾ വരും കേട്ടോ. അപ്പൊ നമ്മൾ പഠിക്കുക, ഇന്ത്യയുടെ 15ാമത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഇനി നമ്മൾ എന്താ പഠിക്കേണ്ടത്? ദ്രൗപദി മുർമുവിന്റെ ജനന സമയത്തെ പേരെന്താണെന്നറിയോ? ഇപ്പൊ നമ്മൾ ദ്രൗപദി മുർമു എന്ന് പറയുന്നു. അവരുടെ ജനന സമയത്തെ പേര് പൂർത്തി ടുഡു എന്നാണ് കേട്ടോ. എന്താണ്? പൂർത്തി ടുഡു എന്നാണ് അവരുടെ ജനന സമയത്തെ പേര് കേട്ടോ. ഇന്ത്യയുടെ രാഷ്ട്രപതി ആകുന്ന രണ്ടാമത്തെ വനിത. ആദ്യത്തെ ആരാ പഠിച്ചത് നമ്മള്? പ്രതിഭ പാട്ടീലാണ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി. രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഇനി രാഷ്ട്രപതിയായിട്ട് അധികാരമേറ്റത് എപ്പോഴാണ്? 2022 ജൂലൈ മാസം 25-നാണ് കേട്ടോ. 2022 ജൂലൈ മാസം 25-ന് അധികാരമേറ്റു. അപ്പൊ ഇവരുടെ പ്രതിപക്ഷ സ്ഥാനാർത്ഥി ആരായിരുന്നു? ദ്രൗപദി മുർമുവിന് ഓപ്പോസിറ്റ് ഒരാൾ മത്സരിക്കും അല്ലേ? ആരാണ് ഓപ്പോസിറ്റ് മത്സരിച്ചത്? യശ്വന്ത് സിൻഹയാണ് കേട്ടോ. അവർ പരാജയപ്പെടുകയാണ് ചെയ്തത് അല്ലെ. ആരാണ്? യശ്വന്ത് സിൻഹയാണ്. ഇനി ഏത് ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു? ഏത് ഗോത്ര വിഭാഗമാണ്? സാന്താൾ അല്ലെ. സാന്താൾ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. സാന്താൾ ഒരു ഗോത്ര വിഭാഗമാണ് കേട്ടോ. സാന്താൾ ഗോത്ര
വിഭാഗത്തിൽ നിന്നുള്ള ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. അതേപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്വതന്ത്ര ഇന്ത്യ 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി കേട്ടോ. വനിതയല്ല, സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഏറ്റവും പ്രായം കുറഞ്ഞ, അപ്പൊ തന്നെ മനസ്സിലായില്ലേ, ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി ആകുന്നതിന് മുമ്പ് ഇവർ ആരായിരുന്നു? ജാർഖണ്ഡിന്റെ ഗവർണർ ആയിരുന്നു കേട്ടോ. ആയിരുന്നു ജാർഖണ്ഡിന്റെ ഗവർണറാണ് കേട്ടോ. ജാർഖണ്ഡിന്റെ ഗവർണർ ആയിരുന്നു ദ്രൗപദി മുർമു. എത്രാമത്തെ ജാർഖണ്ഡിന്റെ ഗവർണറാണ്? 9ാമത് ജാർഖണ്ഡിന്റെ ഗവർണർ ആയിരുന്നു കേട്ടോ. ഓക്കെ ആണോ? അതേപോലെ ഇതുവരെ ജാർഖണ്ഡിലെ ഗവർണർമാരൊന്നും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല? കാലാവധി പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കാലാവധി പൂർത്തിയാക്കിയ ഗവർണറാണ്. ഓക്കെ, കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ ജാർഖണ്ഡ് ഗവർണറാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി നമുക്ക് ഇനി എന്താ പഠിക്കേണ്ടത്? ഇവർ ജനിച്ചത് 1958. അപ്പൊ മനസ്സിലായല്ലോ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ജനിച്ചതല്ലേ. എവിടെയാണ്? മയൂർഭഞ്ച് ആണ് കേട്ടോ. മയൂർഭഞ്ച് എവിടെയാ? ഒഡീഷയിലാണ് കേട്ടോ. ഒഡീഷയിലാണ് ജനിച്ച് ജാർഖണ്ഡിന്റെ ഗവർണറായി ഇന്ത്യയുടെ രാഷ്ട്രപതിയായി അല്ലേ. അങ്ങനെ അതേപോലെ ഇവര് 2000-ലും 2009-നും ഇടയില് ഒഡീഷയുടെ നിയമസഭയില് അംഗമായിരുന്നു. അതേപോലെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് മൂല്യമുള്ള സംസ്ഥാനം ഏതാണെന്നറിയോ? രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് മൂല്യമുള്ള സംസ്ഥാനം അത് ഉത്തർപ്രദേശാണ് കേട്ടോ. ഒരു എക്സ്ട്രാ പോയിന്റ് എന്ന് പറയുന്നത്. ഏറ്റവും കുറവ് വോട്ട് മൂല്യം എവിടെയാണെന്നറിയോ? ഏറ്റവും കൂടുതൽ വോട്ട് മൂല്യം ഉത്തർപ്രദേശിലും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ വോട്ട് മൂല്യം ഉത്തർപ്രദേശ്, ഏറ്റവും കുറവ് വോട്ട് മൂല്യം സിക്കിമിലാണ്. ഇതൊന്ന് പഠിച്ചു വെക്കണം. അപ്പൊ ദ്രൗപദി മുർമുവിനെ കുറിച്ച് ഏകദേശം പഠിച്ചില്ലേ. ഇനി നമുക്ക് എന്താണ് രാഷ്ട്രപതി, നമ്മുടെ രാഷ്ട്രപതിയെ കുറിച്ച് നോക്കൂ. ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി, പുതിയ SCERT-ൽ കിടക്കുന്ന നോക്കാം കേട്ടോ. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സർക്കാരിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി, മന്ത്രിമാർ എന്നിവരടങ്ങുന്നതാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം. അപ്പൊ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിലെ ഒരു അംഗമാണ് ആര്? രാഷ്ട്രപതി എന്ന് പറയുന്നത്. ഭരണഘടനാപരമായ രാഷ്ട്രപതിയാണ് കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ. പഠിച്ചു വെക്കണം. കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരാണ്? രാഷ്ട്രപതിയാണ്. എന്നാൽ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയും നൽകുന്ന ഉപദേശങ്ങൾ അനുസരിച്ചു വേണം രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത്. മന്ത്രിസഭയുടെയും പ്രധാനമന്ത്രിയുടെയും നേതൃത്വത്തിൽ നൽകുന്ന ഉപദേശങ്ങൾ അനുസരിച്ചു വേണം രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത്. അതേസമയം രാഷ്ട്രപതിക്ക് സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന സാഹചര്യവും ഉണ്ട്. ഓക്കെ, വിവേചനാധികാരം ആർക്കുണ്ട്? ഇന്ത്യൻ പ്രസിഡന്റിനുണ്ട്. ഇനി ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് രാഷ്ട്രപതി. പഠിച്ചു. 35 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. പാർലമെന്റിന്റെ ഇരുസഭകളിലെയും, ഇരുസഭ എന്ന് പറയുമ്പോൾ ഏത് സഭയാണ്? ലോകസഭയും രാജ്യസഭയും. പാർലമെന്റിന്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും, സംസ്ഥാന ലോകസഭ, രാജ്യസഭ, സംസ്ഥാനങ്ങളിലെ നിയമനിർമ്മാണ സഭ, ഈ മൂന്നിലെയും ആരാണ്? തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. അതൊരു വാക്ക് നന്നായിട്ട് ശ്രദ്ധിക്കണം. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജ് ആണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. പഠിച്ചോളണേ. ലോകസഭ, രാജ്യസഭ, സംസ്ഥാന നിർമ്മാണ സഭ, ഈ 3 സഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജ് ആണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. 5 വർഷമാണ് രാഷ്ട്രപതിയുടെ കാലാവധി. ഇനി എന്തൊക്കെയാണ് അവരുടെ ഡ്യൂട്ടീസ്? പ്രസിഡന്റിന്റെ ഡ്യൂട്ടീസ് എന്താ? പാർലമെന്റ് വിളിച്ചു ചേർക്കുക, ലോകസഭ പിരിച്ചുവിടുക, പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുക, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക, സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, പ്രതിരോധ സേനകളുടെ സർവ്വ സൈനാധിപനായിട്ട്
പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് രാഷ്ട്രപതിയുടെ ചുമതലകള്. രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് ആർക്കാണ്? വെരി ഇമ്പോർട്ടന്റ്, ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഇനിയിപ്പോ രാഷ്ട്രപതിക്ക് ഔദ്യോഗിക നിർവഹണം നടത്താൻ പറ്റാത്തൊരവസരത്തിൽ ആ സ്ഥാനം നിർവഹിക്കുന്നത് ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. പാർലമെന്റ് വിളിച്ചു ചേർക്കണം. ആര്? രാഷ്ട്രപതി. ലോകസഭ പിരിച്ചുവിടണം. പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കണം. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കണം. സംസ്ഥാന ഗവർണർമാരെ നിയമിക്കണം. അടിയന്തരാവസ്ഥ എമർജൻസി പ്രഖ്യാപിക്കണം. പ്രതിരോധ സേനകളുടെ സർവ്വസൈന്യാധിപനായിട്ട് പ്രവർത്തിക്കണം. ഇതൊക്കെ ആരുടെ ചുമതലയാണ്? രാഷ്ട്രപതിയുടെ ചുമതലകളാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് കേട്ടോ. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരാണ്? സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. സച്ചിദാനന്ദ സിൻഹ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനാണ് കേട്ടോ. ഇത് പഠിക്കണം. അപ്പോ ഭരണഘടനയുടെ ശില്പി ആരെന്ന് ചോദിച്ചാൽ BR അംബേദ്കർ. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ്. താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ. ഇനി എന്തൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ നോക്കൂ. നമ്മൾ ഈ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മൊത്തം പഠിക്കുന്നത് പുതിയ SCERT ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം, വെരി ഇമ്പോർട്ടന്റ്, ഏത് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനയ്ക്ക് തുടക്കം കുറിച്ചത്? ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശാനുസരണം 46 ഡിസംബർ 6. 46 ആണ് കേട്ടോ. ചിലർക്ക് ഒരു കൺഫ്യൂഷൻ ആണ്. 49 എന്നല്ല, 46 ഡിസംബർ 6 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സമിതി 46 ഡിസംബർ 9 മുതൽ 2 വർഷവും, ഡിസംബർ 9 മുതൽ 2 വർഷവും 11 മാസവും അതുപോലെ 17 ദിവസവും എടുത്തിട്ട് നീണ്ടുനിന്ന ഒരു മഹത്തായ പ്രക്രിയയിലൂടെ നിർമ്മിച്ചതാണ് ഇന്ത്യൻ ഭരണഘടന. 46 ഡിസംബർ 6 എന്ത് ചെയ്തു? 46 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചിട്ട് 46 ഡിസംബർ 9 തുടങ്ങിയിട്ട് 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്തിട്ടാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ ആ വർഷങ്ങളൊക്കെ കഴിഞ്ഞ് 49 നവംബർ 26 അംഗീകരിച്ചിട്ട് എന്ത് ചെയ്തു? അതിനെ ഒരു നിയമമാക്കി. ഓക്കെ, ഭരണഘടനയെ അംഗീകരിച്ച് നിയമമാക്കിയത് 49 നവംബർ 26 നമുക്കായി തന്നെ സമർപ്പിച്ച ഇന്ത്യൻ ഭരണഘടനയില് 22 ഭാഗങ്ങള്, 395 വകുപ്പുകള്, 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, 22 ഭാഗം, 395 വകുപ്പ്, 8 പട്ടികകൾ. 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടന കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സജീവ പ്രമാണമായിട്ട് നിന്നു. അപ്പൊ അംഗീകരിച്ചത് 49 നവംബർ മാസം 26, നിലവിൽ വന്നത് 1950 ജനുവരി മാസം 26. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം മുറുകെ പിടിച്ചതും ലക്ഷ്യപ്രമേയത്തിൽ സൂചിപ്പിച്ചതുമായ നിരവധി ആശയങ്ങൾ ഭരണഘടനയുടെ ഭാഗമായിട്ടുണ്ട്. വിശദമായ പഠനങ്ങൾക്ക് നോക്കാം. നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ പുതിയ SCERT കൊടുത്തിരിക്കുന്നത്. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. അത് പറയാനുള്ള കാരണം 1.5 ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയ സമഗ്രവും വിപുലവുമായ രേഖയാണ്. രാജ്യത്തിന്റെ വൈവിധ്യവും വൈപുല്യവും പരിഗണിച്ചുകൊണ്ടുള്ള വിശദമായ ഉള്ളടക്കം. അതുകൊണ്ടാണ് 1.5 ലക്ഷത്തോളം വാക്കാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്. ഇനി അതേപോലെ രണ്ടാമത്തെ സവിശേഷതയാണ് പാർലമെന്ററി ജനാധിപത്യം. കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന പാർലമെന്ററി ജനാധിപത്യമാണ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദൃഢവും അയവുള്ളതുമായ ഘടന. അതെന്താണ് അങ്ങനെ ദൃഢവും അയവുള്ളതുമായി പറയുന്നത്? ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പ്രത്യേക നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എന്നാൽ മറ്റു ചിലത് സാധാരണ നിയമനിർമ്മാണ രീതിയിൽ ഭേദഗതി ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ പ്രത്യേക വ്യവസ്ഥ എന്ന് പറയുമ്പോൾ, പ്രത്യേക നടപടിക്രമം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ഒരു പ്രത്യേക ഭൂരിപക്ഷം എന്ന് തന്നെ പറയും. പ്രത്യേക ഭൂരിപക്ഷത്തോടു കൂടി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ വിഷയത്തില് പാർലമെന്റിന് ഭേദഗതി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ.
അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. അതായത് 2/3 ഭൂരിപക്ഷം. എന്നാൽ മറ്റു ചിലത് സാധാരണ നിയമനിർമ്മാണ രീതിയിൽ, അതായത് കേവല ഭൂരിപക്ഷം മാത്രം എന്തിനു മതി, ഇത് ഭേദഗതി ചെയ്യാൻ. അപ്പൊ എത്രയായിരിക്കും, 1/3. ഓക്കെ. ഇനി അടുത്തത് മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങളെ പറ്റി പറയുന്നതാണ് എന്ത് പറയുന്നത്, മൗലിക അവകാശങ്ങളിൽ പറയുന്നത്. അല്ലെ, നമ്മുടെ രാഷ്ട്രം എന്ത് ചെയ്യണം, ഓരോ വ്യക്തികൾക്കും എന്ത് ചെയ്യണം, അടിസ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങൾ ഉറപ്പാക്കണം. എന്നാൽ നമുക്ക് മാത്രം മതിയോ, അല്ല. നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം, നമ്മുടെ രാഷ്ട്രത്തോടും സമൂഹത്തോടും എന്ത് ചെയ്യണം, ഉത്തരവാദിത്തങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അതിൽ പറയുന്നതാണ് ഇത് മൗലിക കർത്തവ്യങ്ങൾ. മൗലിക അവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാകുമ്പോൾ മൗലിക കർത്തവ്യങ്ങൾ കടമെടുത്തിരിക്കുന്നത് USSRൽ നിന്നാണ് കേട്ടോ, സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത്. നെക്സ്റ്റ്, മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഭാവി രാഷ്ട്രത്തിന്റെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കായി രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ, അതാണ് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന കൈക്കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. അയർലൻഡ്. ഇനി എന്താണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ? ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളാണ്. നന്നായിട്ട് ഓർഡറായിട്ട് ഓരോ കാര്യങ്ങളും പഠിക്കാം. മൊത്തം ജനത്തെയും പ്രതിനിധീകരിക്കുന്ന അധോസഭ എന്നറിയപ്പെടുന്നത് ലോകസഭയാണ്. നിയമനിർമ്മാണത്തിൽ രണ്ടാമതൊരു ചിന്തയ്ക്കായി സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഉപരിസഭ എന്ന് പറയുന്നത് രാജ്യസഭയാണ്. എന്നിങ്ങനെ 2 സഭകൾ ഉള്ള ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത് ലോകസഭ എന്ന് പറയുന്നത് ഒരു അധോസഭയാണ്. ഇത് ചോദ്യം ചോദിച്ചതാണ്. അധോസഭ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ ലോകസഭയാണ്. ഇനി രാജ്യസഭ, അല്ലെ, രാജ്യസഭ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്, ഉപരിസഭ എന്നാണ്. അതായത് രാജ്യസഭയ്ക്ക് എപ്പോഴും പ്രാധാന്യം എവിടെയാണ്, സംസ്ഥാനങ്ങളുടെ മേലാണ് കേട്ടോ. സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സഭയാണ് രാജ്യസഭ എന്ന് പറയുന്നത്. ഇനി ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയിട്ടുള്ള ഫെഡറലിസം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന കൈക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അതായത് ഇപ്പോൾ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ 28 സംസ്ഥാനങ്ങൾക്കും അധികാരങ്ങളുണ്ട്, അല്ലേ. പക്ഷെ ഏറ്റവും കൂടുതൽ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് എവിടെ തന്നെയാണ്, അത് കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ്. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് വേർതിരിച്ചിരിക്കുന്നത്, ലിസ്റ്റുകളിലൂടെയാണ്, അല്ലെ. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 7 ലിസ്റ്റുകളെ കുറിച്ചിട്ട് പറയുന്നത്. എത്ര തരം ലിസ്റ്റ് ഉണ്ട്, 3 തരം ലിസ്റ്റുകളുണ്ട്, അല്ലെ. യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, അതുപോലെ കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. ഇനി ഈ 3ലും ഉൾപ്പെടാത്ത ഒരു ലിസ്റ്റാണ് ഏത്, അവശിഷ്ടാധികാരം എന്നറിയപ്പെടുന്നത്, അല്ലെ. ഓക്കെ. അപ്പോൾ ഈ ലിസ്റ്റുകളിലെ ഏറ്റവും കൂടുതൽ അധികാരം എപ്പോഴും ആർക്ക് തന്നെയാണ്, കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ്. നോക്കൂ, എങ്കിലും കേന്ദ്രത്തിന് മേൽക്കൈ നൽകുന്ന ചില സവിശേഷ അധികാരങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എന്താണ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത്, നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കോടതി സംവിധാനം. അതായത് ഒരിക്കലും നിയമനിർമ്മാണ വിഭാഗമായ പാർലമെന്റിന്റെയോ കാര്യനിർവഹണ വിഭാഗമായിട്ടുള്ള ആരൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യനിർവഹണ വിഭാഗത്തിൽ വരുന്ന രാഷ്ട്രപതിയും പ്രധാനമന്ത്രി നാമനിർദ്ദേശയുടെ അധികാരത്തിലുള്ള മന്ത്രിസഭയും ഒക്കെ കൂടി ചേർന്നതാണ് കാര്യനിർവഹണ വിഭാഗം. അവരുടെ ഒന്നും നിയന്ത്രണത്തിലല്ല നമ്മുടെ ഇന്നത്തെ കോടതി സംവിധാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വതന്ത്രവുമാണ്, അതൊരു നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയാണ്. ഇനി സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ. ജനാധിപത്യ വ്യവസ്ഥ വിപുലവും അർത്ഥപൂർണവുമാക്കുന്നതിന് സ്വതന്ത്ര സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഏതൊക്കെയാ വരിക, നമ്മുടെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അല്ലേ. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ, ഭിന്നശേഷി കമ്മീഷൻ, പട്ടികജാതി പട്ടികവർഗ വികസന കമ്മീഷൻ, അങ്ങനെ ഇഷ്ടംപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഭരണഘടനാ കമ്മീഷനുകളുമുണ്ട്, ഭരണഘടനാ സ്ഥാപനങ്ങളുമുണ്ട്, ഭരണഘടനേതര സ്ഥാപനങ്ങളുണ്ട്. ഭരണഘടനേതര സ്ഥാപനങ്ങൾ ഏതൊക്കെ വരും, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ ഒക്കെ അതിന്റെ പരിധിയിൽ വരുന്നതാണ്.